going to discuss about the derivative as a limit. അപ്പോൾ നമ്മൾ ഈ ടേം ഡെറിവേറ്റീവ് എന്നുള്ള ടേം നമ്മളെ മുന്നേ കേട്ടിട്ടുണ്ട്. എവിടെയായിരുന്നു? നമ്മളിപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ഓഫ് എ മൂവിങ് പാർട്ടിക്കിൾ ആൻഡ് സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് ലൈൻ ഇവിടെയൊക്കെ നമ്മൾ പറഞ്ഞപ്പോൾ എന്തായിരുന്നു? അതൊക്കെ നമ്മൾ പറഞ്ഞു അതൊക്കെ എന്താണ് ഡെറിവേറ്റീവിനെ തന്നെ മീൻസ് ചെയ്യാൻ നമ്മൾ പറഞ്ഞു. ദെൻ നമ്മൾ പറഞ്ഞു ഒരു ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് അറ്റ് എ പോയിന്റ് എക്സ് നോട്ട് നമ്മൾ എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാം അതിന് ഡിനോട്ട് ചെയ്യുക. അതെന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് ഈസ് ദി ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ഓഫ് എ മൂവിങ് പാർട്ടിക്കിൾ വിത്ത് ഡിസ്റ്റൻസ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് അറ്റ് ദി ടൈം എക്സ് നോട്ട് ആണ് ആൻഡ് ഈസ് ദി സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് ലൈൻ ടു ദി കർവ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് അറ്റ് ദി പോയിന്റ് എക്സ് നോട്ട്. ഇനി നമ്മൾ നോക്കാൻ പോകും ഇപ്പം നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് ലൈൻ ഇതൊക്കെ നമ്മൾ എന്ത് പറഞ്ഞു? അതൊക്കെയാണ് നമ്മളുടെ ഡെറിവേറ്റീവ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുകയെന്ന് വെച്ചാൽ ലിമിറ്റിൻ്റെ ടേംസിൽ ലിമിറ്റിൻ്റെ ലാംഗ്വേജിൽ നമ്മൾ എന്ത് ചെയ്യാണ് ഡെറിവേറ്റീവിന് ഒരു ഡെഫിനിഷൻ കൊടുക്കാൻ പോവാണ്. നമുക്കറിയാം കോഷ്യൻ ഡിഫറൻസ് അല്ലെ? കോഷ്യൻ ഡിഫറൻസ് എന്തായിരുന്നു? ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്. ആ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സിൽ നമ്മൾ ഡെൽറ്റ എക്സ് ടെൻഡിങ് ടു സീറോ കൊടുക്കുമ്പോൾ ഈ കോഷ്യൻ ഡിഫറൻഷ്യൽ കോഷ്യൻ ആയിട്ടുള്ള ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്തായിട്ട് പോകും? അതായിരിക്കും അതിൻ്റെ ലിമിറ്റായിട്ട് മാറുക. അങ്ങനെയാണെങ്കിൽ ആ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻഡിങ് ടു ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് നമ്മളുടെ എന്തായിട്ട് മാറും? നമ്മളുടെ ഡെറിവേറ്റീവ് ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ നമ്മൾ ഡെറിവേറ്റീവിന് ഡെഫിനിഷൻ കൊടുക്കാം. Let f of x be a function whose domain contains an open interval about x naught. We say that f is differentiable at the point x naught when the following limit exists. F dash of x naught equal to limit delta x tending to 0 delta y by delta x. Delta y by delta x നമ്മളുടെ എന്താണ്? ഡിഫറൻസ് കോഷ്യന്റ്. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ആണ് എന്താണ്? എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ബൈ ഡെൽറ്റ എക്സ് ആണ് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്. Then f dash of x naught എന്ന് പറഞ്ഞാൽ limit delta x tending to 0 f of x naught plus delta x minus f of x naught by delta x വരും. Where delta x is a small real number, real positive number or negative which are near enough to 0 so that f of x naught plus delta x is defined and delta x is equal to എന്താ വരിക? f of x naught plus delta x minus f of x naught. ഓക്കെ, സോറി, ഡെൽറ്റ എക്സ് അല്ല ഡെൽറ്റ വൈ. ഇവിടെ കറക്റ്റ് ചെയ്യുക. ഡെൽറ്റ വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട്. ദെൻ എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ഈസ് കാൾഡ് ദി ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് അറ്റ് ദി പോയിന്റ് എക്സ് നോട്ട്. നമുക്കറിയാം എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് എന്താ വരിക? വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ വരും. എഫ് ഓഫ് എക്സ് നോട്ട് പറഞ്ഞാൽ വൈ നോട്ട് വരും. ദെൻ വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈയിൽ നിന്ന് വൈ നോട്ട് പോയാൽ നമുക്ക് എന്ത് കിട്ടും? ഡെൽറ്റ വൈ കിട്ടും. അപ്പോൾ ഇവിടെ എന്താക്കി മാറ്റിയതെന്ന് കറക്റ്റ് ചെയ്യുക. ഡെൽറ്റ വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട്. ഓക്കെ, ദെൻ നമുക്ക് ഡെറിവേറ്റീവ് ആസ് എ ലിമിറ്റിൻ്റെ ഡെഫിനിഷൻ വെച്ചിട്ട് ഒരു കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. യൂസ് ദി ഫോർമൽ ഡെഫിനിഷൻ ഓഫ് ദി ഡെറിവേറ്റീവ് ആൻഡ് ദി റൂൾസ് ഓഫ് ലിമിറ്റ് ടു ഡിഫറൻഷിയേറ്റ് എക്സ് ക്യൂബ്. നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ എന്താണ്? എക്സ് ക്യൂബ് ആണ്. ആ എക്സ് ക്യൂബിനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തെടുക്കുക? ആദ്യം ലെറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് ആക്കി എടുക്കാം. ആൻഡ് എക്സ് നോട്ട് ബി എനി റിയൽ നമ്പർ. സിൻസ് എഫ് ഓഫ് എക്സ് എന്താണ്? എക്സ് ക്യൂബ് ആയതുകൊണ്ട് ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. പോളിനോമിയൽ ഫംഗ്ഷൻ നമുക്കറിയാം എല്ലായിടത്തും എന്താണ്? കണ്ടിന്യൂസ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ? പോളിനോമിയൽ ഫംഗ്ഷനും റാഷണൽ ഫംഗ്ഷൻസും ഒക്കെ. Since f of x is a polynomial, it is continuous at every real number and hence f of x naught equal to x naught cube വരും അല്ലെ? ഏതൊരു പോയിന്റിലും ഈ എക്സ് ക്യൂബ് പറഞ്ഞ ഫംഗ്ഷൻ എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിട്ട് വരും. അപ്പോൾ നമ്മൾ എക്സ് നോട്ട് തന്നെ ഏതൊരു റിയൽ നമ്പർ എടുത്താലും എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു എന്ത് വരും? എക്സ് നോട്ട് ക്യൂബ് വരും. ദെൻ നമുക്ക് ഡിഫറൻസ് കോഷ്യന്റ് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്ത് വരും? എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ബൈ ഡെൽറ്റ എക്സ് വരും. എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് നമ്മൾ എക്സ് നോട്ടിന് പകരം എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് കൊടുക്കുമ്പോൾ എന്ത് വരും? എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് ദ ക്യൂബ് മൈനസ് എക്സ് നോട്ട് ക്യൂബ് ബൈ ഡെൽറ്റ എക്സ് വരും. ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്യാം? എ പ്ലസ് ബി ഓൾ ക്യൂബ് വെച്ച് അതിനെ സ്പ്ലിറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് എക്സ് നോട്ട് ക്യൂബ് പ്ലസ് 3 എക്സ് നോട്ട് സ്ക്വയർ ഡെൽറ്റ എക്സ് പ്ലസ് 3 എക്സ് നോട്ട് ഡെൽറ്റ എക്സ് സ്ക്വയർ പ്ലസ് ഡെൽറ്റ എക്സ് ക്യൂബ് മൈനസ് എക്സ് നോട്ട് ക്യൂബ് ബൈ ഡെൽറ്റ എക്സ് വരും. ഓക്കെ, ഇവിടെ നോക്കുക, ഇവിടെ എക്സ് നോട്ട് ക്യൂബ് ഉണ്ട്, ഇവിടെ മൈനസ് എക്സ് നോട്ട് ക്യൂബ്, അത് തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി എന്താ ഉണ്ടാവുക? 3 എക്സ് നോട്ട് ഡെൽറ്റ എക്സ് പ്ലസ് 3 എക്സ് നോട്ട് ഡെൽറ്റ എക്സ് സ്ക്വയർ പ്ലസ് ഡെൽറ്റ എക്സ് ക്യൂബ് ബൈ ഡെൽറ്റ എക്സ്. എല്ലാ ടേംസിലും ന്യൂമറേറ്ററിൽ എല്ലാ ടേംസിലും ഡെൽറ്റ എക്സ് ഉണ്ട്. അപ്പം ഡിനോമിനേറ്ററിൽ ഡെൽറ്റ എക്സ് ആയിട്ട് കോമൺ ആയിട്ട് നമുക്ക് അത് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ദെൻ വീക്ക് 3 എക്സ് നോട്ട് സ്ക്വയർ പ്ലസ് 3 എക്സ് നോട്ട് ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് സ്ക്വയർ ഫോർ ഓൾ ഡെൽറ്റ എക്സ് നോട്ട് ഈക്വൽ ടു 0. ദെൻ നമ്മൾ എന്ത് ചെയ്യണം? എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് നമ്മൾ ഡെഫിനേഷൻ വെച്ച് എങ്ങനെ പഠിച്ചിട്ടുള്ളത്? ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻഡിങ് ടു 0 ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്. ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് നമ്മൾ കണ്ടുപിടിച്ചതിന് അതിൽ എന്ത് ചെയ്യാം? ലിമിറ്റ് അപ്ലൈ ചെയ്യാം ആസ് ഡെൽറ്റ എക്സ് ടെൻഡിങ് ടു 0. ഓക്കെ, ദാറ്റ് ഈസ് എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻഡിങ് ടു 0 ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്. ദാറ്റ്സ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻഡിങ് ടു 0 3 എക്സ് നോട്ട് സ്ക്വയർ പ്ലസ് 3 എക്സ് നോട്ട് ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് സ്ക്വയർ.
ഇവിടെ ഡെൽറ്റ എക്സിനൊക്കെ ഡെൽറ്റ എക്സ് ഒക്കെ ടെൻഡിങ് ടു 0 കൊടുക്കുമ്പോൾ എന്ത് വരും 3x0 മാത്രമേ ഉണ്ടാവും, ബാക്കി ടേംസ് ഒക്കെ 0 പോകും. യൂസിങ് കണ്ടിന്യൂറ്റി ഓഫ് റാഷണൽ ഫംഗ്ഷൻസ് ആൻഡ് സെറ്റിംഗ് ഡെൽറ്റ എക്സ് ടെൻഡിങ് ടു ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ 0. ഇത് നമുക്ക് കിട്ടി എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് അറ്റ് ദി പോയിന്റ് x0 എന്താണ് 3x0² ആണ്. Okay, the next example, use the formal definition of derivative and the rules of limit to differentiate 1 by x for x not equal 0. നമുക്ക് 1 by x നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഓക്കെ, ലെറ്റ് f of x is equal to 1 by x ആക്കി എടുക്കാം ആൻഡ് x may be റിയൽ നമ്പർ. ഏതൊരു റിയൽ നമ്പർ എക്സിന് എക്സ് 0 അല്ലാത്ത ഏതൊരു നമ്പറിനും കറസ്പോണ്ടിങ് ആയിട്ട് അത് എന്താണ് ഡിഫറൻഷ്യബിൾ നമുക്ക് കാണിക്കേണ്ടത് അല്ലേ. അപ്പോൾ x0 എന്ന് കൊടുക്കുന്ന പകരം നമ്മൾ x എന്ന് കൊടുത്തു. ഓക്കെ, ദാറ്റ് ഈസ് f of x is equal to 1 by x and x be any real number which is not equal to 0. Since f of x is a rational അല്ലെ, f of x എന്താണ് റാഷണൽ ഫംഗ്ഷൻ ആണ്, ഇറ്റ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എവരി നോൺ സീറോ റിയൽ നമ്പർ. കാരണം x is equal to 0 ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. ദെൻ നമ്മൾ ഡിഫറൻസ് കോഷ്യന്റ് ഡെൽറ്റ y ബൈ ഡെൽറ്റ x is equal to എന്ത് വരും f of x plus delta x minus f of x by delta x. ഇവിടെ എക്സ് വരാൻ കാരണം നമ്മൾ ഇവിടെ എക്സ് എടുത്തതുകൊണ്ടാണ്. x0 കൊടുക്കുകയാണെങ്കിൽ x0 പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് x0 വരും. എക്സ് ആകുമ്പോൾ f of x പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് x ബൈ ഡെൽറ്റ y. ഓക്കെ, ഡെൽറ്റ എക്സ് ദാറ്റ്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പറഞ്ഞാൽ 1 ബൈ എക്സ് ആണ്. എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്, എക്സിന് പകരം എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കൊടുക്കുമ്പോൾ എന്തായിട്ട് വരും 1 ബൈ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് 1 ബൈ എക്സ് ബൈ ഡെൽറ്റ എക്സ്. ദെൻ നമുക്ക് എന്ത് 1 ബൈ ഡെൽറ്റ എക്സ് കോമൺ ആയിട്ട് പുറത്തെടുത്താൽ ബാക്കി ഉണ്ടാവും 1 ബൈ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് 1 ബൈ എക്സ് ക്രോസ് മൾട്ടിപ്ലൈ ആകും. ദെൻ വി ഗെറ്റ് എക്സ് മൈനസ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഡിവൈഡ് ബൈ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ് വരും. ഓക്കെ, ദെൻ എന്ത് ചെയ്യാം, ദാറ്റ്സ് ഈക്വൽ ടു നമുക്ക് എന്ത് വരും ഇവിടെ എക്സ് മൈനസ് എക്സ് ക്യാൻസൽ ചെയ്യും, ബാക്കി എന്തുണ്ടാവും ഒരു മൈനസ് ഡെൽറ്റ എക്സ് ഉണ്ടാവും. ഓക്കെ, മൈനസ് ഡെൽറ്റ എക്സ് ബൈ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ എക്സ്. ഈ ഡെൽറ്റ എക്സും ക്യാൻസൽ ചെയ്ത് ബാക്കി ഉണ്ടാവും മൈനസ് 1 ബൈ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് വരും. Okay, for all delta x not equal to 0, then f dash of x എന്ത് വരും limit delta x tending to 0 delta y by delta x. limit delta x tending to 0 minus 1 by x into x plus delta x. അവിടെ delta x നമ്മൾ 0ലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ ആൻസർ എന്ത് വരും 1 by x into x plus 0 that's equal to 1 by x square, that is minus 1 by x square using continuity of rational functions. Okay, അപ്പോൾ 1 by x ന്റെ ഡെറിവേറ്റീവ് എന്താണ് minus 1 by x square ആയിരിക്കും for all x which is x is not equal to 0. Okay, the next example, use the formal definition of derivative and the rules of limit to differentiate root x for x greater than 0. root x നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഓക്കെ, for all x greater than 0, non 0. ഓക്കെ, x greater than 0 പോസിറ്റീവ് നമ്പേഴ്സിന് മാത്രം. ഓക്കെ, ലെറ്റ് f of x is equal to എന്താണ് root x ആയിട്ട് എടുത്തു. then x be any real number, പോസിറ്റീവ് റിയൽ നമ്പർ. then delta y by delta x is equal to എന്ത് വരും f of x plus delta x minus f of x by delta x ആണ്. എക്സിന് പകരം എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കൊടുക്കുമ്പോൾ ഇക്വേഷൻ എന്തായിട്ട് മാറും റൂട്ട് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് റൂട്ട് എക്സ് ബൈ ഡെൽറ്റ എക്സ്. ഇത് നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും റൂട്ട് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് പ്ലസ് റൂട്ട് എക്സ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ ഇതിന് പ്രൊഡക്റ്റ് എടുക്കുന്നു. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സെയിം സാധനം പ്രൊഡക്റ്റ് എടുത്താൽ ഈ കേസിൽ ഒരു ചേഞ്ച് വരില്ല. ഓക്കെ, ദെൻ എന്ത് വരും റൂട്ട് ഓഫ് x plus delta x minus root x into root of x plus delta x plus root x divided by delta x into root of x plus delta x plus delta x. ഇവിടെ എന്താണ് a minus b into a plus b ആണ് ഫോർമുല അത് വരുന്നത് അല്ലേ. ദാറ്റ് ഈസ് a minus b into a plus b ആണ് എന്താണ് a square minus b square. അപ്പം x plus delta x square minus root x square. അപ്പം എന്ത് വരും x plus delta x minus x വരും ഡിവൈഡഡ് ബൈ എന്ത് വരും delta x into root of x plus delta x plus root x. ദാറ്റ്സ് ഈക്വൽ ടു എന്ത് വരും ഇവിടെ എക്സും എക്സും ക്യാൻസൽ ചെയ്ത് ബാക്കി എന്തിനാവും ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ എക്സിന്റെ റൂട്ട് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്. എക്സും എക്സും ക്യാൻസൽ ചെയ്ത് പോകും, ഈ ഡെൽറ്റ എക്സും ഇവിടുത്തെ ഡെൽറ്റ എക്സും ക്യാൻസൽ ചെയ്ത് ബാക്കി എന്തിനാവും 1 ബൈ റൂട്ട് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് പ്ലസ് റൂട്ട് എക്സ് വരും. Okay, for all delta x not equal to 0, then f dash of x നമുക്ക് എന്ത് വരും limit delta x tending to 0 delta y by delta x that's equal to എന്ത് വരും limit delta x tending to 0 1 by root of x plus delta x plus root x. അതിൽ delta x നമ്മൾ ടെൻഡിങ് ടു 0 എടുക്കുമ്പോൾ തരും ഈ സാധനം 0 പോകും, ബാക്കി 1 by root x plus root x വരും 1 by 2 root x വരും. അപ്പോൾ റൂട്ട് എക്സിന്റെ ലിമിറ്റ് എന്താണ് ഡിഫറൻഷ്യൽ എന്താണ് 1 by 2 root x വരും ബൈ കോഷ്യൻ റൂൾ ആൻഡ് സം റൂൾ ആൻഡ് യൂസിങ് കണ്ടിന്യൂറ്റി ഓഫ് റൂട്ട് എക്സ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എക്സാമ്പിൾ, ഡിസ്കസ് ദി ഡിഫറൻഷ്യബിലിറ്റി ഓഫ് y ഈക്വൽ ടു മോഡ് എക്സ്. ദാറ്റ് ഈസ് ലെറ്റ് f of x is equal to മോഡ് എക്സ് ആണ്. അപ്പോൾ മോഡ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ ഡിഫറൻഷ്യബിലിറ്റി നമുക്ക് ചെക്ക് ചെയ്യണം. നമുക്കറിയാം മോഡ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്താണ് ഏതൊരു വാല്യൂ കൊടുത്താലും നമുക്ക് പോസിറ്റീവ് വാല്യൂ മാത്രം കിട്ടുന്ന വാല്യൂ അല്ലേ. അപ്പോൾ നമ്മൾ മോഡ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആദ്യം നമ്മൾ ഡിഫൈൻ ചെയ്യണം. ദാറ്റ് ഈസ് f of x is equal to മോഡ് എക്സ്. ദെൻ f of x നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും
എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ്. എക്സ് ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. നമ്മൾ പോസിറ്റീവ് നമ്പർ എടുക്കുമ്പോൾ മോഡ് എക്സ് എന്ത് വരും? എക്സ് വരും. നെഗറ്റീവ് നമ്പർ എടുക്കുമ്പോൾ മൈനസ് ഓഫ് എക്സ് വരും. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ആയിട്ട് വരും ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, മൈനസ് എക്സ് ഇഫ് എക്സ് ലെസ് ദാൻ 0. Then for x less than 0 ആകുമ്പോൾ f dash of x is equal to limit delta x tending to 0 f of x plus delta x minus f of x by delta x ആണ് നമുക്കറിയാം ഡെഫിനേഷൻ വെച്ചിട്ട്. ഓക്കെ, then എന്ത് ചെയ്യാം? എക്സ് പ്ലസ് ഡെൽറ്റ എക്സിന് പകരം നമുക്കറിയാം നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? മോഡ് എക്സ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻഡിങ് ടു 0, എക്സ് ലെസ് ദാൻ 0 എന്നാൽ നെഗറ്റീവ് വാല്യൂസ് നമ്മൾ എടുത്തു. അപ്പൊ എന്ത് വരും? എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ത് വരും? നെഗറ്റീവ് വരും. ദാറ്റ് ഈസ് മൈനസ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എക്സ് ബൈ ഡെൽറ്റ എക്സ്. നമ്മളുടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. പോസിറ്റീവ് വാല്യൂസ് 0 അല്ലെങ്കിൽ പോസിറ്റീവ് വാല്യൂ ആകുമ്പോൾ പോസിറ്റീവ് ആയിരിക്കും. പക്ഷേ എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ നമ്മൾ എന്ത് വരും? മൈനസ് എക്സ് എടുക്കും. സപ്പോസ് നമ്മൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ -1 എടുത്തു. ദെൻ നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ത് വരാം? മൈനസ് ഓഫ് -1 വരും. മൈനസ് ഓഫ് -1 എന്ന എന്താണ്? +1 ആയിട്ട് മാറും. അതാണ് മോഡുലസ് ഫംഗ്ഷൻ ഓൾവേസ് എന്തായിരിക്കും? പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടുക. ദെൻ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻഡിങ് ടു 0 മൈനസ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എക്സ് ബൈ ഡെൽറ്റ എക്സ് വരും. ഓക്കെ, സിൻസ് എക്സ് ലെസ് ദാൻ 0 ആൻഡ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ലെസ് ദാൻ 0. എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ത് വരും? ലെസ് ദാൻ 0 വരും. എക്സ് ലെസ് ദാൻ 0 വാല്യൂ ആണെങ്കിൽ നമുക്ക് ഒരു മൈനസ് ആയിട്ടാണ് വാല്യൂസ് എഴുതേണ്ടത്. ഓക്കെ, ദെൻ എന്ത് വരും? ഇവിടുത്തെ മൈനസ് എക്സ് ഉണ്ട്, ഇവിടുത്തെ പ്ലസ് എക്സിന്റെ തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി എന്താ? മൈനസ് ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ എക്സ് വരും. അപ്പോൾ മൈനസ് ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ എക്സ് പറഞ്ഞാൽ എന്ത് വരും? -1 വരും. ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻഡിങ് ടു -1 ആണ് ഈക്വൽ ടു എന്ത് വരും? -1 വരും. ഓക്കെ, therefore f is differentiable for all x less than 0. Okay, and f dash of x is equal to എന്തൊരു? -1 for all x less than 0. ഇനി നമ്മൾ x greater than 0ന്റെ കേസ് എടുക്കാം. x greater than 0 എന്ന് പറഞ്ഞാൽ എന്താണ്? x greater than 0 ആകുമ്പോൾ എല്ലാം പോസിറ്റീവ് വരിക. ദാറ്റ് ഈസ് f dash of x is equal to എന്തൊരു? ലിമിറ്റ് ഡെൽറ്റ x tending to 0 f of x plus delta x minus f of x by delta x വരും. ദാറ്റ്സ് ഈക്വൽ ടു എന്തൊരു? ലിമിറ്റ് ഡെൽറ്റ x tending to 0 x plus delta x minus x by delta x. എക്സും എക്സും ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ എക്സ് ഉണ്ടാവും. ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ എക്സ് പറഞ്ഞാൽ 1 ആണ്. ദെൻ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻഡിങ് ടു 0 1 എന്ത് വരും? 1 വരും. സിൻസ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആൻഡ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് നമുക്ക് എന്ത് വരും? എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ത് വരും? ഗ്രേറ്റർ ദാൻ 0 വരും. ദെൻ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻഡിങ് ടു 0 ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ എക്സ് ആയിട്ട് ഇക്വേഷൻ മാറും. ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ എക്സ് എന്ത് വരും? 1 ആയിട്ട് വരുന്നു. ദെൻ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻഡിങ് ടു 0 എന്ത് വരും? 1 എന്ത് വരും? ഈക്വൽ ടു 1 വരും. കോൺസ്റ്റന്റ് റൂൾ വെച്ചിട്ട്. ഓക്കെ, സിൻസ് എഫ് ഇസ് ഡിഫറൻഷ്യബിൾ ഫോർ ഓൾ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആൻഡ് എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 ഫോർ ഓൾ എക്സ് ഗ്രേറ്റർ ദാൻ 0. അപ്പം മോഡുലസ് ഫംഗ്ഷൻ എന്താണ്? എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ എന്താണ്? അതിന്റെ ഡിഫറൻഷ്യബിൾ ആണ്. ആൻഡ് അതിന്റെ ഡിഫറൻഷ്യബിൾ വാല്യൂ എത്രയാണ്? എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു -1 ആയിരിക്കും. ഇനി എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ അത് ഡിഫറൻഷ്യബിൾ ആണ്. അതിന്റെ ഡെറിവേറ്റീവ് എന്താണ്? എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 വരും. ഇനി നമുക്ക് ഒരു കേസും കൂടി നോക്കുകയാണെന്ന് എക്സ് ഈക്വൽ ടു 0 ആവുന്ന കേസ്. ഓക്കെ, that is for x equal to 0 delta y by delta x is equal to f of x plus delta x minus f of x by delta x വരും. that's equal to f of 0 plus delta x minus f of 0 by delta x. f of 0 plus delta x ആണ് എന്താണ്? f of delta x minus 0 by delta x. delta x എന്താണ്? മോഡ് ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ എക്സ് വരും. മോഡ് ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ എക്സ് ആണ് എന്ത് വരും? 1 ആയിരിക്കും ഡെൽറ്റ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ, -1 ആയിരിക്കും എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ. ഓക്കെ, the difference quotient delta y by delta x is not defined when delta x is equal to 0, since for any real number delta x less than 0 delta y by delta x is negative, and if for any real number delta x greater than 0 delta y by delta x is 1. There is no number L which is approximated by delta y by delta x as delta x approaches 0 from both sides of 0. അതായത് നമ്മൾ 0യിലേക്ക് ഡെൽറ്റ എക്സ് നമ്മൾ 0ന്റെ ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒന്ന് -1 ആണ്, മറ്റേത് എന്താണ്? +1 ആണ്. അപ്പൊ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ആ 0ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ നിന്ന് ആ 0ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറെന്റ് വാല്യൂസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? അതിന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഹെൻസ് ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻഡിങ് ടു 0 ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഡസ് നോട്ട് എക്സിസ്റ്റ് വെൻ എക്സ് ഇസ് ഈക്വൽ ടു 0 ആൻഡ് സോ എഫ് ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0. എക്സ് ഇസ് ഈക്വൽ ടു 0 ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യല്ല. അതുപോലെ ലെഫ്റ്റ് സൈഡിൽ നിന്നും റൈറ്റ് സൈഡിൽ നിന്നും 0ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറൻറ്റ് വാല്യൂസ് ആണ് കിട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് എന്താ പറയാൻ പറ്റും? എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്തായിരിക്കും? എക്സ് ഇസ് ഈക്വൽ ടു 0 എന്തായിരിക്കും? ഡിഫറൻഷ്യബിൾ ആയിരിക്കില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് ലെബിനിസ് നൊട്ടേഷൻ ഓഫ് ഫോർ ഡെറിവേറ്റീവ്. നമ്മൾ പറഞ്ഞു ഡെറിവേറ്റീവ് നമ്മൾ എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ആയിട്ട് നമ്മൾ അറ്റ് ദി പോയിന്റ് എക്സ് നോട്ടിലുള്ള ഡെറിവേറ്റീവ് നമ്മൾ എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യും. അതുപോലെ എഫിന് ഡെറിവേറ്റീവ് ജനറലി നമ്മൾ എഫ് ഡാഷ് ഓഫ് സംതിങ് ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന വേണം. ഇനി നമ്മൾ ലെബിനിസ് അതിനൊരു നൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട് ഡെറിവേറ്റീവ്. അതാണ് ഇഫ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണ്, ദ ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് എക്സ് മേ ബി റിട്ടൺ ആസ് dy ബൈ dx.
ഡി വൈ ബൈ ഡി എക്സ് ഈ രൂപത്തിൽ എഴുതാം, ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് എഴുതാം, ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ഓർ ഡി ഓഫ് എഫ് ഓഫ് എക്സ് ബൈ ഡി എക്സ്. ഈ 4 രീതി ഈ 5 രീതിക്ക് നമ്മൾ എന്ത് ചെയ്യാൻ അതിനെ ഡിനോട്ട് ചെയ്യാൻ പറ്റും. ഈ രീതിക്ക് അതിനെ ഡിനോട്ട് ചെയ്യുന്നതിനെ വിളിക്കുന്നത് ലെബ്നിസ് നൊട്ടേഷൻ എന്ന് വിളിക്കാം. ഓക്കെ, ദിസ് ഈസ് ജസ്റ്റ് എ നൊട്ടേഷൻ ആൻഡ് ഡസ് നോട്ട് റെപ്രസെന്റ് ദി ഡിവിഷൻ. ഈ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഡിവൈഡ് ചെയ്യുന്നില്ല, അതൊരു നൊട്ടേഷൻ ആണ്. നമ്മൾ എഫ് ഡാഷ് ഓഫ് എക്സ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഡി വൈ ബൈ ഡി എക്സ് ആയിട്ടാണ്. ഓക്കെ, then if we denote the value f dash of x naught of f dash of x at a specified point x naught, we may write അതായത് നമ്മൾ എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ഒരു ഈ ഡെറിവേറ്റീവ് അറ്റ് എ പോയിന്റ് എക്സ് നോട്ട് നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യും ലെബിനിസ് നൊട്ടേഷനിൽ ഡി വൈ ബൈ ഡി എക്സ് അറ്റ് എക്സ് നോട്ട് ഇങ്ങനെ താഴെ കൊടുക്കും, അല്ലെങ്കിൽ ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് അറ്റ് ദി പോയിന്റ് എക്സ് നോട്ട്. അതായത് ഒരു സ്പെസിഫിക് പോയിന്റ് ആയിട്ടുള്ള എക്സ് നോട്ടിൽ അതിന്റെ ഡെറിവേറ്റീവ് നമ്മൾ സാധാരണ നമ്മൾ എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് എഴുതാറുണ്ടായിരുന്നു. ലെബിനിസ് നൊട്ടേഷനിൽ അതിൽ എങ്ങനെ എഴുതും ഡി വൈ ബൈ ഡി എക്സ് ഒരു വരട്ടിട്ട് താഴെ എക്സ് നോട്ട്, അതായത് ഡി വൈ ബൈ ഡി എക്സ് അറ്റ് ദി പോയിന്റ് എക്സ് നോട്ട്. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. ലെറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3x സ്ക്വയർ പ്ലസ് 2x ആണ്. ഓക്കെ, ബൈ ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ റൂൾ അതിന് എഫ് ഡാഷ് ഓഫ് എക്സ് നമുക്ക് എക്സിസ്റ്റ്. കാരണം എന്താ 3x സ്ക്വയർ നമുക്കറിയാം 3 into 2 into x വരും, അതായത് 6x വരും, 2xന്റെ എന്ത് വരും 2 വരും. ദാറ്റ് ഈസ് എഫ് ഡാഷ് ഓഫ് എക്സ് നമുക്ക് എന്ത് വരും 6x plus 2 വരും ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ റൂൾ യൂസ് ചെയ്തിട്ട്. ദെൻ ഇതാണ് എഫ് ഡാഷ് ഓഫ് എക്സ്. അതായത് നമ്മൾ ലെബിനിസ് നൊട്ടേഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും y ഈക്വൽ ടു 3x സ്ക്വയർ പ്ലസ് 2x ആണ് എങ്കിൽ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എന്തായിരിക്കും 6x പ്ലസ് 2y ആയിരിക്കും. അതായത് എഫ് ഡാഷ് ഓഫ് എക്സ് കൊടുക്കുന്നതിന് പകരം ഡി വൈ ബൈ ഡി എക്സ് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് എന്തായിരിക്കും ഇങ്ങനെ ഈ രൂപത്തിൽ കൊടുക്കാൻ പറ്റും, ഈ രൂപത്തിൽ കൊടുക്കാൻ പറ്റും, ഈ രൂപത്തിൽ കൊടുക്കാൻ പറ്റും, ഈ രൂപത്തിൽ കൊടുക്കാൻ പറ്റും. ഓക്കെ,